വെൽക്കം ടു മൈ ചാനൽ ഷീല ജയൻ. ഞാൻ ഇങ്ങനെ വന്നിരുന്ന് ഇപ്പോൾ സംസാരിക്കാറില്ല, കാരണം ആർക്കും അതത്ര എൻജോയ്മെൻ്റ് ആകുന്നില്ല. മുമ്പൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ എല്ലാവർക്കും കുറേ പേരൊക്കെ ഇത് കാണുകയും അത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വന്നത് ഒരു കാര്യം പറയാനാണ്. ഇന്നലെ ഞാനൊരു സിനിമ കണ്ടു. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇടിപ്പടമൊന്നും അത്ര ഇഷ്ടമല്ലെന്ന്. പക്ഷേ ഞാൻ ഇന്നലെ കണ്ട പടം നല്ല ഒരു കണ്ടൻ്റ് ഉണ്ടായിരുന്നു അതിനകത്ത്. ആ പടം ആദ്യ അവസാനം കണ്ടൻ്റ് ഉണ്ടായിരുന്നു, നമ്മളെ സസ്പെൻസിൽ നിർത്തുകയും ചെയ്ത്. അതുപോലെ തന്നെ അതിനകത്ത് നർമ്മരസങ്ങളും ഉണ്ടായിരുന്നു. നമ്മളെ ഫഹദ് ഫാസിൽ ഒരു എക്സെൻട്രിക് കഥാപാത്രമായിട്ട് അതിനകത്ത് നല്ല അടിപൊളി പെർഫോമൻസാണ് ചെയ്തത്. നല്ല ഒരു ഓഫീസറായിട്ട് പെർഫോം ചെയ്ത്. ഞാൻ സ്റ്റോറിയൊന്നും പറയത്തില്ല, കാരണം അത് തെറ്റാണ്. കാരണം പുതിയ ആളുകൾ പലരും കാണാനായിട്ടിരിക്കുമ്പോൾ നമ്മൾ അവരുടെ സസ്പെൻസ് കളയുന്നത് ശരിയല്ല. സസ്പെൻസാണ് വേണ്ടുന്നത്. സിനിമ കാണാൻ പോകുമ്പോൾ നമ്മൾ അത് രസിക്കില്ല. അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് ഈ നട്ടലുള്ള നായകനായിരുന്നു സിനിമയിലെ കഥാപാത്രം. നമ്മുടെ അല്ലു അർജുനായിരുന്നു. സത്യത്തിൽ നമ്മളെ ഭാര്യ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഒരു ഭാര്യ എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഭാര്യയോട് ഇങ്ങനെ ബിഹേവിയർ എങ്ങനെയായിരിക്കണം, ഭാര്യയുടെ ഇഷ്ടാനിഷ്ടാനങ്ങളെല്ലാം നോക്കുന്ന ഒരു ഹസ്ബൻഡ് ഇന്നലെ ഞാൻ കണ്ടു കൂട്ടുകാരെ. എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. എൻ്റെ മനസ്സിൽ എൻ്റെ ഭാവനയിലുമുള്ള ഒരു ഹസ്ബൻഡായിരുന്നു അല്ലു അർജുനാണത്. സിനിമ കണ്ടവർക്കറിയാം. ഒത്തിരി പാട്ടുകളൊക്കെ കാണുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ആ പാട്ടുകൾ ഒത്തിരി സഫ്യത വിട്ടതായിരുന്നെങ്കിലും കുഴപ്പമില്ല. നല്ല ക്യുക്ക് മൂവ്മെൻറ്റ്സും നല്ല പെർഫോമൻസും മൂവ്മെൻറ്റ്സും എല്ലാം കൊണ്ട് അത് നമ്മളെ പിടിച്ചിരുത്തുന്ന കിടിലൻ പാട്ടുകളൊക്കെ അതിനകത്തുണ്ടായിരുന്നു. ഞാൻ വളരെയധികം എൻജോയ് ചെയ്തു. നല്ല കണ്ടൻറ്റ്, നട്ടലുള്ള നായകന് ഇങ്ങനെ വേണം. വൈഫ് ഒരു കാര്യം പറയുന്നത് കേട്ട് അതിന് ആ ഇഷ്ടം സാധിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരു നായകനെയാണ് ഇന്നലത്തെ പടത്തിൽ കണ്ടത്. ആ നായകനെ എനിക്ക് നല്ല ഒരു ആരാധന തോന്നുന്നു. അങ്ങനെയുള്ള നായകന്മാരെയാണ് നമുക്ക് ഈ നാടിന് ആവശ്യം. അല്ലാതെ ഭാര്യ പറയുന്നത് കേൾക്കുമ്പോൾ പെൺകോന്തനാണെന്ന് ആളുകൾ പറയുന്ന അത് ശരിയല്ല. പെണ്ണുങ്ങൾ പറയുന്നത് കേൾക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പര സ്നേഹവും പരസ്പര വിശ്വാസവും. നമ്മൾ പറയുന്നത് അവരും കേൾക്കണം, അവർ പറയുന്നത് നമ്മളും കേൾക്കണം. അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുമ്പോഴാണ് വിവാഹ ജീവിതം വളരെ വിജയകരമായി മുന്നോട്ട് പോകുന്നത് കൂട്ടുകാരെ. അങ്ങനെ ഇന്നലെ ഞാനൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് നല്ലൊരു സിനിമ, ആടിപ്പൊളി സിനിമയാണെന്ന് പറയാൻ പറ്റത്തില്ല, അതൊരു ജീവിതകഥ പോലെ എനിക്കിങ്ങനെ തോന്നി. എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ കഥ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര തിരിച്ചു വരുമ്പോഴല്ല, എനിക്ക് ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. കാരണം എനിക്ക് ഈ ഫഹദ് ഫാസിലിൻ്റെ എക്സെൻട്രിക് ക്യാരക്ടർ അങ്ങ് ഭയങ്കരമായിട്ടങ്ങ് ഇഷ്ടപ്പെട്ടു. എക്സെൻട്രിക്കായിട്ടാണ് അതിനകത്ത് എല്ലാം. മിക്ക പടങ്ങളിൽ ഇപ്പോൾ ഞാൻ ഫഹദ് ഫാസിലിൻ്റെ ഇപ്പം 1-2 പടങ്ങൾ ഞാൻ കണ്ടു. ഇതിലെല്ലാം ഒരു എക്സെൻട്രിക് കഥാപാത്രമായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. കിടിലം പെർഫോമൻസ് ആയിരുന്നു. നല്ലൊരു ഓഫീസറാണ്, അത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമ ആദ്യം തൊട്ട് അവസാനം വരെ നമുക്ക് കാണുമ്പോൾ കഥ ഞാൻ പറയുന്നില്ല, അത് ശരിയല്ല. നമുക്ക് നല്ല ഈ കൊള്ളക്കാരായാലും അവരുടെ മനസ്സിനകത്തും പല നന്മകളും നല്ല മനസാക്ഷിയും ഒക്കെ ഉണ്ടെന്ന് തെളിയിക്കുന്ന ഒരു പടമായിരുന്നു ഇത്. എനിക്ക് ഈ പടം അത്രയ്ക്കങ്ങ് അതിഗംഭീരമായിട്ട് തോന്നി. സാധാരണ ഒരു ഇടിപ്പടം കണ്ടിറങ്ങുമ്പോൾ എനിക്ക് നല്ല ദേഷ്യവും ഇതൊക്കെയാണ് വരുന്നത്. അത് സത്യത്തിൽ എനിക്ക് ഇന്നലെ പടം കണ്ടിറങ്ങിയപ്പോൾ മനസ്സിനകത്തൊരു സാറ്റിസ്ഫാക്ഷനും ഒരു സന്തോഷവും കുറേ പ്രതീക്ഷകളും ഇങ്ങനെ ആയാൽ അങ്ങനെയൊക്കെയുള്ള ഓരോ ചിന്തകളും ഒക്കെ ആയിട്ട് ഞാൻ ഇന്നലെ പടം കണ്ടിറങ്ങിയത്. എനിക്ക് നല്ല ചിരിയായിരുന്നു. പടം കണ്ടിറങ്ങി വീട്ടിൽ വരുന്നിടം വരെ ഈ ഫഹദിൻ്റെ ക്യാരക്ടറെ ആലോചിക്കുമ്പോഴെല്ലാം എനിക്ക് നല്ല ചിരി വരുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മോന് ഇച്ചിരി തലവേദനയൊക്കെ വന്നു, എന്താണെന്നറിയത്തില്ല. ഇപ്പോൾ അത് മാറി, കാരണം ലേറ്റായിട്ട് വന്ന് കിടന്ന് ഉറങ്ങിയത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ. എന്തായാലും ഇപ്പോൾ അത് മാറി, ഇപ്പോൾ എഴുന്നേറ്റ് ഇരിപ്പോണ്ട് ഒരു കുഴപ്പമില്ല. ചായയൊക്കെ കുടിച്ച് ഇവിടെ ഇരിക്കുന്നു. എൻ്റെ സിനിമ രശ്മിക മന്ദാനയുടെ പെർഫോമൻസ് കിടിലം പെർഫോമൻസായിരുന്നു. നല്ല നല്ല ഡയലോഗുകളും കിടിലം നല്ല പെർഫോമൻസും നല്ല നല്ല ഈശ്വരവിശ്വാസം. നായകന് നല്ല ഈശ്വരവിശ്വാസവും നായികയ്ക്ക് നല്ല ഈശ്വരവിശ്വാസവും എല്ലാം ഉണ്ട്. അങ്ങനെ അതിൽ നിന്ന് നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആ സിനിമയ്ക്കകത്ത് ഒരുപാട് നല്ല ഇൻ്റലക്ച്വൽ കാര്യങ്ങൾ ഒരുപാട് അതിനകത്ത് ഉണ്ട്.
അത് നമുക്ക് മനസ്സിലാവും. കാരണം നല്ല ഭക്തിയുള്ള നായകനും നായികയും ആയിരുന്നു ഇന്നലത്തെ സിനിമയിലെ കഥാപാത്രങ്ങളെന്ന് പറയുന്നത്. അതിൻ്റെ അത് കൊണ്ടുണ്ടായ ഗുണമെന്ന് പറഞ്ഞാൽ നായകന് അതിൻ്റെ അവസരത്തിൽ കിട്ടിയ അമാനുഷിക ശക്തിയും അതെല്ലാം കൊണ്ട് നല്ല രീതിയിൽ ആ സന്ദർഭത്തെ വിജയിപ്പിക്കാൻ പറ്റി. ആ മാനുഷിക കഴിവ് വരുന്നത് നമ്മുടെ ഈശ്വരവിശ്വാസം കൊണ്ട് ആണ്. ഇങ്ങനെയുള്ള ചില പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ നമുക്കിത് സിനിമ എന്ന് പറയാൻ പറ്റത്തില്ല, ഇത് ജീവിതത്തിലെയും കഥയായിട്ട് വേണം നമ്മൾ കരുതേണ്ടുന്നത്. അത്രയും നല്ല ഭക്തിയോടുകൂടി ഈശ്വരവിശ്വാസത്തോടു കൂടി ഉള്ള നായകന് ആ വേണ്ടുന്ന കോണ്ടസ്റ്റിൽ കിട്ടിയ അമാനുഷിക പവർ കൊണ്ട് പടം സത്യം അത് കാണുമ്പോൾ ഒരുപാട് അതിനകത്ത് ഈ സിനിമയ്ക്കകത്ത് ഒരുപാട് കണ്ടൻ്റുണ്ട്, പലയിടത്തും നല്ല നർമ്മ രസങ്ങളുമുണ്ട്. അങ്ങനെ നമ്മളത് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. പക്ഷേ ഒരുപാട് ഭയങ്കര ശരിക്കും നമുക്ക് കണ്ടാൽ ഇഷ്ടപ്പെടാത്ത കണക്കുള്ള അടിയും ഇടിയും അതൊക്കെ ഉണ്ട്, വയലൻസൊക്കെ ഉണ്ട്. എന്നാലും സ്റ്റോറിയുണ്ട്. ഈ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ കണ്ട ഈ സിനിമയ്ക്കകത്ത് നല്ലൊരു സ്റ്റോറിയുണ്ട്, നർമ്മമുണ്ട്, നായകൻ കൊള്ളാം, അത് എല്ലാം. വില്ലൻ കൊള്ളാം, വില്ലനും നല്ല ഒരു കോമഡിയുണ്ട്. ഇതൊക്കെ നമുക്കുള്ള മനസ്സിലിരിക്കും. ഈ കഥ മറക്കത്തില്ല. നല്ല നല്ല എൻജോയ്മെൻ്റാണ്. ഒരു കുറവ് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. ഈ എല്ലാം വെളിച്ചക്കുറവായിരുന്നു. ഈ എല്ലാം രാത്രിയിലൊക്കെ എടുത്ത് ചിത്രീകരിച്ചത് കണക്കുള്ള ഒരു ഇതായിപ്പോയി. കാരണം എല്ലാം ഇരുട്ടത്താണെന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത്. നല്ല വെളിച്ചമുള്ള ആയിട്ടല്ല തോന്നിയത്. അത് മാത്രമേ ഉള്ളൂ. പശ്ചാത്തലം, സിനിമയുടെ ആ പശ്ചാത്തലം, ആ ബാക്ക്ഗ്രൗണ്ട്, അതൊക്കെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കിടിലമായിരുന്നു. ആ ഒരു അമ്പലത്തിൻ്റെ ഭക്തി നിർഭരമായിട്ടുള്ള രംഗങ്ങളെല്ലാം അതിഗംഭീരമായിട്ടാണ് ചിത്രീകരണം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എല്ലാവരും പുഷ്പവണ്ണം എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. പുഷ്പവണ്ണമെന്ന് ഞാൻ കണ്ടില്ല. എനിക്ക് ഈ പാട്ട് കണ്ടപ്പോൾ എനിക്ക് ഇന്നലെ തോന്നിയൊരു സിനിമ കാണാമെന്ന്. അങ്ങനെ മോൻ്റെ അടുത്ത് പറഞ്ഞ് അപ്പോഴേ ബുക്ക് ചെയ്ത് പോയി. പുഷ്പ 2 എന്തുവാന്ന് ഞാൻ വിചാരിച്ച് ഇനി വല്ല തെലുങ്കൊക്കെ ആയിരിക്കും. പക്ഷേ എല്ലാം മലയാളത്തിലാണ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്കിത് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ആദ്യം അന്ത്യം വരെ ഈ വയലൻസാണ് മുന്നിട്ട് നിൽക്കുന്നതെങ്കിലും നല്ല നർമ്മമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. കണ്ടൻ്റുണ്ട്, കിടിലം പെർഫോമൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ല സ്നേഹബന്ധം, വിവാഹ ജീവിതം എങ്ങനെ വേണമെന്നുള്ള അത് അതിനകത്ത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ടും അടിപൊളി ഒരു പടമാണെന്ന് ഞാൻ പറയുന്നു. എല്ലാവരും എന്ത് പറയുന്നു എന്ന് എനിക്കറിയത്തില്ല. ഒരുപാട് നിറഞ്ഞോടുകയാണെന്നാണ് പറയുന്നത്. കേരളത്തിൽ അത്രയ്ക്കൊന്നും വന്നില്ലെന്നാണ് തോന്നുന്നത്. കാരണം അതാണ് ഇന്നലെ തിയേറ്ററിൽ ഞാൻ ചെന്നപ്പോൾ ആരും കൂടുതലായിട്ടൊന്നും ഇല്ലാതിരുന്നത്. ഇത് എൻ്റെ അഭിപ്രായമാണ്. എനിക്ക് സിനിമ കണ്ടിറങ്ങിയപ്പം തൊട്ടേ നല്ല ചിരിയാണ് വരുന്നത്. ഫഹദ് ഫാസിലിൻ്റെ എക്സൻ